ഗെയിമേഴ്സ്, അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളേതായാലും കുറച്ച് അധികം കാലമായി ഒരു ഗെയിം കളിച്ചിട്ട്, വേറെ കുറച്ച് പരിപാടികളിൽ കുറച്ച് എൻഗേജ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു തകർപ്പൻ FPS ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 2000s റിലീസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഗെയിം റിലീസ് ചെയ്തപ്പോൾ ഇതിന് കുറേ കുറവുകളുണ്ടായിരുന്നു. അതായത് നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസ് ചെയ്ത് ഗെയിം സേവ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു തവണ ഗെയിമിൽ ഡെഡ് ആയി കഴിഞ്ഞാൽ എൻറ്റയർ സ്റ്റേജ് ആദ്യം മുതൽ ഒന്നുകൂടി കളിക്കണം. അങ്ങനെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അത് മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ടാക്ടിക്കൽ, അതിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് പേഴ്സണലി കളിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഒരു ടൈമിങ്, ഓരോ സ്റ്റേജസിൻ്റെ കംപ്ലീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് നമ്മളൊരു 20 to 40 minutes നമ്മൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും. 1 hour 2 hours എടുക്കുന്ന വരും. സോ ടോട്ടലി എൻ്റെ ഗെയിമിൻ്റെ പ്ലേ ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂർ മുകളിൽ 16 മണിക്കൂർ 20 മണിക്കൂറൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഗെയിമാണ്. ഇതിന് കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ. പിന്നെ ഇത് 2000-ൽ ഉണ്ടാക്കിയ ഗെയിമാണ്. അപ്പോൾ അന്നത്തെ നമ്മുടെ കമ്പ്യൂട്ടറുകളും സിസ്റ്റംസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രാഫിക്സിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അതിൻ്റെ സൗണ്ട് ഡിസൈനാണ്. കാരണം ആ ഒരു സമയത്തുള്ള ഒരു ഗെയിംസിലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സൗണ്ട് ഡിസൈൻ വന്നിട്ടില്ല. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഗൺസിൻ്റെ സൗണ്ട് ആണെങ്കിലും ഈവൻ നമ്മൾ ഇൻ്റർഫേസിൻ്റെ സൗണ്ട്സ് ആണെങ്കിലും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു. നല്ല രസമാണ്. കാരണം ഞാനിതൊരു 5-6 പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ കളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ബേസ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ 128 MB റാമോ അങ്ങനെ എന്താണ്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ കളിക്കുന്നത് അതിൻ്റെ റീപാക്ക് ചെയ്ത വെർഷനാണ്. ഇതിൻ്റെ ഒറിജിനൽ CD ആയിരുന്നു. അത് ഞാനൊക്കെ കളിച്ചിട്ടുള്ള ക്രാക്ട് വെർഷനാണ്. ഇപ്പോൾ അത് കളിക്കാൻ പാകത്തിനുള്ള സിസ്റ്റംസ് ഇപ്പം ഇല്ല. ഇപ്പം നമ്മളത് റീപാക്ക് ചെയ്ത എഡിഷൻസാണ് കളിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കളിച്ചില്ല. കാരണം കഴിഞ്ഞ 2-3 തവണ ഞാൻ ഗെയിം കിട്ടിയതിൻ്റെ ആവേശത്തിൽ ആ ഗെയിം ആദ്യം കളിച്ചപ്പോൾ നമ്മളതിൻ്റെ തുടക്കം കുറേ സാധനങ്ങൾ മിസ്സായി. ഇന്ന് അത് മിസ്സാകാതിരിക്കാനായിട്ട് ഞാനത് കളിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കളിച്ച് തുടങ്ങുമ്പോൾ അറിയാം എന്തൊക്കെ പ്രശ്നമുണ്ട്, എന്തൊക്കെയില്ല എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ആ ഗെയിം ഏതാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഗെയിമിൻ്റെ പേര് പ്രൊജക്റ്റ് IGI ഐ എം ഗോയിങ് ഇൻ. ഏതാണ് അതിൻ്റെ ടോട്ടൽ ടൈറ്റിൽ നെയിം. ഇത് 2000-ൽ ഇന്നർ ലൂപ്പ് സ്റ്റുഡിയോസ് ഡെവലപ്പ് ചെയ്ത് പബ്ലിഷ് ചെയ്തൊരു സാധനമാണ്. ഇപ്പോൾ ഈ സ്റ്റുഡിയോസ് ഇപ്പോഴും അങ്ങനെ വർക്കിംഗ് ഒന്നുമല്ല. ലൈക്ക് അവരൊരു ലിമിറ്റഡ് ടൈമിനകത്തോട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതെല്ലാം പൂട്ടിപ്പോയി. ഒരു 2003-2004 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവരൊക്കെ ക്ലോസ് ചെയ്തു. ഇത് ഉണ്ടാക്കിയത് ഇന്നർ ലൂപ്പ് സ്റ്റുഡിയോസും പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇഡിയോസ് ഇൻറ്ററാക്റ്റീവ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് ബാക്ക് ഇൻ 2000s റിലീസ് ചെയ്ത് വളരെ സക്സസ് ആയി. അതിൻ്റെ ഒരു സീക്വൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു. പിന്നെ അതിൻ്റെ ഒരു തേർഡ് പാർട്ട് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം എന്തൊക്കെയോ കാരണങ്ങൾ കാരണം അത് ഇത് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ കമ്പനി പിന്നീട് അത് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന തീരുമാനത്തിലെത്തി. ഫണ്ട് ഇഷ്യൂ തന്നെ ആയിരിക്കണം. അതിനുശേഷം ചെയ്യാമെന്ന് പറഞ്ഞ കമ്പനികൾ വന്ന അവസ്ഥയുണ്ട്. കാരണം ആദ്യത്തെ തന്നെ ഇച്ചിരി ഇത് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്കത് കളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഇതിന് സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ ആദ്യത്തെ 2 സ്റ്റേജ് ക്ലിയർ ചെയ്യാനായിട്ട് 2 ആഴ്ചയോളം കുത്തിയിരുന്ന് കളിച്ചിട്ടാണ് ഒന്ന് ശരിയായത്. അതിനും ഇതുപോലെ മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്ന് ആ ഗെയിം കളിക്കാം. ലെറ്റ്സ് ഗോ. Hide to the warhead. Yeah. I need to know one thing. Where is it? Yosef is held at a military airfield. The whole area has excellent air defenses. We have to place you some distance from the target until those defenses are disabled. What? Is transport waiting? You'll cover the ground using locally resourced transportation assets. You mean I have to steal something? Exactly. You will travel to the next goods yard. There, you will resource transportation. The whole operation is simple. There are 3 stages. 1. Acquire transportation assets. 2.
Disable air defenses. 3. Find Yosef Pravoy and extract him for debriefing. Even Even a grunt like me can follow it. I see. that's the best we have. Anya, just how did you track Yosef down? We traced Yosef's call to his apartment, right? Local agents raided it and found photos of Yosef and his mobile number. So we call it and triangulated the coordinates. The mobile is located at a military airfield. That's where Yosef is. That's our primary target. Fine. Assume he was there. You must make your way through the goods yard to the truck. Avoid the cameras at all costs. If you alert the security, you'll have the entire base zeroing in on your position. Get to the truck. This is your objective on the mission. Reach it and steal it. I want this mission to be brief and above all quiet. Get to work, Jones. എൻ്റെ മൗസിന് ബാലൻസ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ സിമനെ. MP5 SD3 ഇതിൻ്റെ സൂം അങ്ങനെയായിരുന്നു. ബാക്ക് സ്പേസ് തന്നെ. ഇനിയിപ്പം ബാലൻസ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. തീർന്നു അവൻ്റെ കാരണം അവൻ നമ്മൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത പണി വേണം. അവൻ്റെ കയ്യിരിക്കുന്ന സ്നൈപ്പർ ഇതിൻ്റെ ക്രിസ്പായിട്ടുള്ള സൗണ്ട് കേട്ടില്ലേ, നല്ല രസമാണ് അതിൻ്റെ സൗണ്ട്. MP5 ഒക്കെ ഒറിജിനൽ സൗണ്ട് എന്ന് പറയുന്നത് ആയിക്കോട്ടെ. ചത്തി നേരത്തെ പറഞ്ഞത് സ്നൈപ്പർ ഒരു ഗണ്ണുണ്ട്, അതിൻ്റെ പേര് ഡ്രഗ്നോ എന്നാണ്. അതാണ് ഐറ്റം. ഡ്രഗ്നോ. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇങ്ങനെ സൂം ചെയ്ത് പോകാം. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് സൂം പണി. Hati-hati.
എനിമീസ് എല്ലാം കൂടി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ സൈഡിൽ നിന്ന് ഇവിടെ നോക്കിയാൽ 2 പേരുണ്ട്. ഈ 2 ഫിനിഷ് ചെയ്യണം. അതായത് ഇവിടെ ഒരുത്തരുണ്ടാവും, അവനെ ഫിനിഷ് ചെയ്യണം. ഇനി ഇവിടെ ഒരുത്തനുണ്ട്, അവനെ ഫിനിഷ് ചെയ്യണം. ക്യാമറ 1 2 3 4 എല്ലാം വെടിവെച്ച് തകർക്കണം. ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് ഗാരേജിൻ്റെ അതൊന്ന് 1 2 സാധനം അടിച്ച് മാറ്റാനുണ്ട്. ട്രക്ക് എടുത്ത് വേണം നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കാൻ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക ഗ്രാഫിക്സിന് എലമെൻ്റ് ഉണ്ടല്ലേ, നമ്മൾ ആ കൺസ്ട്രക്ട് ചെയ്തതിന് ഹോൾസും ആക്ച്വലി അത് ആക്ച്വലി ഇവിടെ വരുന്നത് ഏതൊരു ബാഗിൽ ഇവിടെ എങ്ങാണ്ട് ഒരു മെഡിക് പാക്ക് കിട്ടും.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സാധനങ്ങൾ. അപ്പം ഇതാണ് ടോട്ടൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇതിപ്പോൾ ആദ്യത്തെ നമ്മുടെ ലെവൽ തന്നെ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, ഇതിപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പിടി കിട്ടിയിട്ടുണ്ടാവല്ലോ. ഇതിൻ്റെ ടൈമിങ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് മൂവ് ചെയ്യണത്, അതിൻ്റെ ഒരു ഗെയിം പ്ലേയുടെ സ്റ്റൈൽ എങ്ങനെയാണ്. സോ നമ്മളൊന്നും ചെയ്യാതെ എവിടെയെങ്കിലും ഒരു സൈഡിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ ഗെയിം എങ്ങനെ നിൽക്കും. നമ്മൾ ആ ഗെയിം പ്രോഗ്രസ് ചെയ്യാനാണെങ്കിൽ വെടി കൊണ്ട് ചാവുന്ന ഉറപ്പാണ്. സോ ഇതൊരു ടാക്ടിക്കൽ ഗെയിമാണ്. നമ്മൾ ഏത് ഏരിയ കൂടെയാണ് പോകുന്നത്, നമ്മൾ അതിനകത്തുള്ള ഓരോ റൂമും ഇൻഫിൽട്രേറ്റ് ചെയ്ത് തന്നെ പോകണം. അതല്ലാതെ ആണ് പോകുന്നതെങ്കിൽ ലൈക്ക് അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് പോകുമ്പോൾ ഒരു അലാം റിങ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. ഇപ്പം നമ്മൾ ഇൻഫിൽട്രേറ്റ് ചെയ്യാതെയാണ് പോകുന്നതെങ്കിൽ അലാം മുഴങ്ങിക്കഴിഞ്ഞാൽ ആ ഏരിയ ഫുള്ള് എനിമി ഫോഴ്സ് കൊണ്ട് നിറയും. പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഗൺസ്, അതിൻ്റെ ബുള്ളറ്റ്സ് ഇത് തീരുന്ന ഒരാൾക്കാർ വന്നുകൊണ്ടിരിക്കും. അത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലെവൽ മാറും. സോ ഇത് കളിച്ച് ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഇതിന് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കുറേ ഫങ്ഷൻസ് ഒന്നും ഇല്ല. അതായത് കൺട്രോൾസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പണ്ടത്തെ ആണെങ്കിൽ നമുക്ക് കൺട്രോൾസ് കസ്റ്റമൈസ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് റീപാക്ക് ചെയ്തതിൻ്റെ എന്തൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ്, ഇത് ആക്ച്വലി ഒരു VGA സൈസ് ഉള്ളതാണ്. 720p ചെറിയ റെസൊല്യൂഷനിലുള്ള മോണിറ്ററിൽ ഫുൾ സ്ക്രീനിൽ വന്ന സാധനം. അപ്പോൾ നമ്മുടെ ഈ 2K 4K മോണിറ്ററിലോട്ടോ ഇല്ലെങ്കിൽ ഒരു HD മോണിറ്ററിലോട്ടോ അത് വരുമ്പോൾ ഇത് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക സ്ട്രെച്ച് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഞാനിതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ എനിക്ക് റൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ക്രൗച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ റൺ ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം സെക്കൻഡ് ലെവലിൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും തന്നെ അത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ആ വാക്കിംഗ് സ്പീഡ് തന്നെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ വരാൻ പാടില്ല. അത് അത്ര പഴയ ഗെയിം റീപാക്ക് ചെയ്ത് വരുമ്പോഴുള്ളൊരു ഇഷ്യൂസാണ്. സോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇതിൻ്റെ ബാക്കിയുള്ളൊരു 3-4 സ്റ്റേജും കൂടി ഇതിൻ്റെ പുറകെ നമുക്ക് സ്ട്രീം ചെയ്യുന്നതാണ്. സോ ഏതായാലും ഈ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്നതാണ്. ഒരു ചെറിയ സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഗെയിം കളിക്കാം. സോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു 3-4 സ്റ്റേജും കൂടി ഞാൻ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി ഇതേപോലത്തെ ഒരു സെറ്റ് ഓഫ് ഗെയിംസ് വേറെ FPS കൂടെ ഉണ്ടായി, ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. അത് കുറച്ച് വലിയ ഗെയിമാണ്, വലിയ പ്ലാറ്റ്ഫോമിലുള്ളൊരു സാധനമാണ്. അതൊക്കെ ഞങ്ങൾ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കളിച്ചിരുന്ന ഗെയിമാണ്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാനൊരു നെക്സ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ വരുന്നതാണ്. സോ അതുവരെ ബൈ ബൈ.